ഒരു മോട്ടോർ സൈക്കിൾ ഗാങ്ങിനെ കാണിച്ചുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്. ആ ഗാങ്ങിലെ എല്ലാവരും ഡ്രഗ് ഡീലേഴ്സ് ആണ്. ഡാനി എന്ന ഇദ്ദേഹമാണ് ആ ഡ്രഗ് മാഫിയയുടെ ലീഡർ. ബായുടെ വലം കൈയായ പരമശിവത്തെ പോലെ ഡാനിയുടെ വിശ്വസ്തനായ വലം കൈയാണ് നമ്മുടെ കഥാനായകനായ ഡാൽട്ടൺ. ഡാനിക്ക് ബായിന്റെ മകന് ജോണിയെ പോലെ ഒരു മകനുണ്ട്. മകന്റെ പേര് ജോജോ എന്നാണ്. ജോണി അച്ഛനോട് തന്റെ ഐഡിയാസ് പറയുമ്പോൾ അച്ഛൻ ജോണിയോട് നീ ശിവൻ പറയുന്നത് കേട്ടാ മതി അപ്പാ ജോണി. അതേപോലെ ഇവിടെ ജോർജ് തന്റെ ഐഡിയാസ് പറയുമ്പോൾ ഡാനി മകനോട് നിനക്ക് എക്സ്പീരിയൻസ് ഇല്ല, നീ ഡാൽട്ടൺ പറഞ്ഞത് കേട്ടാൽ മതി എന്ന് പറയും. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഡാനിയുടെ മകന് ജോജോക്ക് നമ്മുടെ ഹീറോനെ കണ്ടെടുത്താ കണ്ടൂടാ. അപ്പോൾ ഇതാണ് ഡാനിയുടെ സാമ്രാജ്യം, അഥവാ ഇവിടെ നിന്നാണ് ഡാനി ഡ്രഗ്സ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഡാനിയുടെ ഈ ലാബിൽ നിന്ന് ഉൽപ്പാദിക്കപ്പെടുന്ന ഡ്രഗ്സ് ആണ് നഗരത്തിലെ എല്ലാ സ്ഥലങ്ങളിലും എത്തുന്നത്. അപ്പോൾ ഇന്ന് കോടിക്കണക്കിന് വില വരുന്ന ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ അത് കടത്താൻ റോഡ് വഴിയാണ് സേഫ് എന്ന് അച്ഛനോട് മകൻ പറഞ്ഞപ്പോൾ റോഡ് വഴി സേഫ് അല്ല, ചിലവ് കൂടിയാലും വിമാനം വഴി കടത്തുന്നതാണ് സേഫ് എന്ന് ഡാൽട്ടൺ പറയുകയാണ്. സർ, നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് വേണമെന്ന്. അതെ, നീ പറഞ്ഞതാണ് ശരി, ചിലവ് കൂടിയാലും സാരമില്ല, കോടികളുടെ മുതലാണ്, പിടിക്കപ്പെടാൻ പാടില്ല, അതുകൊണ്ട് ഫ്ലൈറ്റിൽ തന്നെ ഡ്രഗ്സ് കടത്താം. അപ്പോൾ തന്റെ ഐഡിയാസ് അച്ഛൻ നിരസിച്ചപ്പോൾ ജോജോന്റെ മൈൻഡിൽ മുകേഷ് ചേട്ടന്റെ ശബ്ദമായിരുന്നു. എന്തായാലും അവര് ഡ്രഗ്സ് ഒക്കെ പാക്ക് ചെയ്യുകയാണ്. പക്ഷെ ഇവിടെ ചെറിയ ഒരു പ്രശ്നമുണ്ട്. ഡാനിയുടെ ലാബിന്റെ പുറത്ത് DEA ഏജൻസ് ഒളിച്ചു നിൽക്കുന്നതായി കാണാം. ഡാനിയെ തൊണ്ടി സഹിതം അറസ്റ്റ് ചെയ്യാൻ. അങ്ങനെ ഓഫീസേഴ്സ് ലാബിലെ കറണ്ട് ഓഫ് ചെയ്തു. എന്നിട്ട് എല്ലാവരും തോക്കുമായി ലാബിലേക്ക് കയറുകയാണ്. അങ്ങനെ അവിടെ ഡാനിയുടെ സംഘവും DEA ഏജൻസും തമ്മിൽ വെടിവെപ്പ് നടക്കുകയാണ്. ഈ സമയത്ത് ഡാനിയും ജോജോയും ഒരു കാര്യം ശ്രദ്ധിച്ചു. വെടിവെപ്പ് നടക്കുമ്പോൾ ഡാൽട്ടൺ തന്റെ സംഘത്തിലെ ആൾക്കാരെ രക്ഷിക്കുന്നതിന് പകരം അവിടെ കേറി വന്ന DEA ഓഫീസേഴ്സിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ ഡാനി ബൈക്ക് മനസ്സിലായി ഇവൻ ആള് പരമശിവമല്ല, പരമചറ്റയാണ്. സോ ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോന്റെ റിയൽ നെയിം ഡാൽട്ടൺ എന്നല്ല, ആളൊരു അണ്ടർ കവർ കോപ്പാണ്. പേര് ഫിൽ ബ്രോക്കർ എന്നാണ്. ഡാനിയുടെ സംഘത്തെ തെളിവ് സഹിതം അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫിൽ ബ്രോക്കർ ഡാനിയുടെ സംഘത്തിൽ കേറി കൂടിയത്. മണ്ടൻ ഡാനി ആണെങ്കിൽ കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുത്തതുപോലെ അവനെ തന്നെ പിടിച്ച് തന്റെ വലം കൈ ആക്കുകയും ചെയ്തു. കൊണ്ട് നടക്കാറുണ്ടായിരുന്നു മച്ചാനെ ഞാൻ ഈ പടം. ഇനി എനിക്കിത് വേണ്ട, നിനക്കും. എന്തായാലും ഇവിടെ വെടിവെപ്പ് നടക്കുന്ന സമയത്ത് ദേഷ്യത്തോടെ ഡാനിയും മകൻ ജോജോയും ഹീറോനെ വെടിവെച്ച് കൊല്ലാനായി ഒരുപാട് തവണ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ കൊള്ളുന്നില്ല എന്ന് മാത്രം. അവസാനം എല്ലാവരും ലാബിന്റെ പുറത്തിറങ്ങി. ഈ സമയം ലാബിലുണ്ടായ ഹൈലി ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള വസ്തുക്കൾ കാരണം ഡാനിയുടെ ഡ്രഗ് ലാബ് പൊട്ടിത്തെറിക്കുകയാണ്. ഈ സമയം ഡാനിയും തന്റെ മകന് ജോജോയും അവിടുന്ന് അവരുടെ കാർ എടുത്ത് രക്ഷപ്പെടുകയാണ്. അവരെ പിടിക്കാനായി ബൈക്കിൽ നമ്മുടെ ഹീറോ പിന്നാലെ ചേസ് ചെയ്യുന്നുമുണ്ട്. ഡാനിക്ക് എന്നാൽ അത്ര എളുപ്പത്തിലൊന്നും രക്ഷപ്പെടാൻ കഴിയത്തില്ല. കാരണം സിറ്റി മുഴുവനും അവരെ പിടിക്കാനായി പോലീസ് വളർന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ മുന്നിലൊക്കെ പോലീസ് ബ്ലോക്ക് ചെയ്തപ്പോൾ അവര് വന്ന വഴി ടേൺ ചെയ്യുകയാണ്. അപ്പോൾ ദാ അവരുടെ നേർക്ക് ബൈക്കിൽ അവരെ ചതിച്ച ഫിൽ ബ്രോക്കർ വരുന്നു. ഇന്ന് നിന്റെ അന്ത്യമാണ് എന്ന് പറഞ്ഞ് ഡാനി കാർ വളരെ വേഗത്തിൽ ഹീറോനെ ഇടിക്കാനായി പോവുകയാണ്. എന്നാൽ ഹീറോ പെട്ടെന്ന് ബൈക്കിൽ നിന്ന് ചാടുകയും ബൈക്ക് കാറിലിടിച്ച് ക്രാഷ് ആയി കാർ തീ പിടിക്കാനായി തുടങ്ങി. ശേഷം ഹീറോ കാറിലുള്ള ഡാനിയെ ആദ്യം പിടിച്ച് പുറത്തിറക്കി കയ്യിൽ വിലങ്ങിടുകയാണ്. അപ്പോൾ ജോജോ പുറത്ത് തോക്കുമായി വന്നു. ദേഷ്യത്തോടെ ഹീറോനെ ഷൂട്ട് ചെയ്യാൻ. തോക്ക് താഴെയിട് എന്ന് ഒരുപാട് തവണ ഹീറോ പറഞ്ഞെങ്കിലും ജോജോ കേൾക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ജോജോന്റെ മുട്ടിന്റെ താഴെ ഹീറോ ഷൂട്ട് ചെയ്തു. ഈ സമയത്ത് അവിടെ ഓഫീസേഴ്സ് എല്ലാവരും എത്തി. അവരും ജോജോനോട് ഒച്ചത്തിൽ തോക്ക് താഴെയിടാനായി പറയുകയാണ്. എന്നാൽ ജോജോക്ക് അത്രയ്ക്കും ദേഷ്യമുള്ളത് കാരണം പെട്ടെന്ന് തോക്ക് പൊക്കി ഹീറോനെ ഷൂട്ട് ചെയ്യാനായി ശ്രമിച്ചു. എന്നാൽ അപ്പോഴേക്കും പോലീസ് ഓഫീസേഴ്സ് എല്ലാവരും ജോജോനെ വെടിവെച്ച് കൊല്ലുകയാണ്. തന്റെ മകനെ പട്ടിയെ കൊല്ലുന്നത് പോലെ വെടിവെച്ച് കൊന്നത് ഡാനി സങ്കടത്തോടെ കാണുകയാണ്. ഡാനിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഡാനിക്ക് ഹീറോനോട് തീരാത്ത പകയാനുള്ളത്. ഞാൻ പുറത്തു വരും, അന്ന് നിന്റെ അന്ത്യമാണ്, നിന്റെ മാത്രമല്ല നിന്റെ കുടുംബത്തെ തന്നെ ഞാൻ ഇല്ലാതെയാക്കും എന്നൊക്കെ ഡാനി ഹീറോനെ വെല്ലുവിളിക്കുന്നുണ്ട്. അങ്ങനെ ജോലി കഴിഞ്ഞ് ഹീറോ നടന്നു പോകുന്നതായി കാണാം. ഇവിടെയാണ് 2013 പുറത്തിറങ്ങിയ ഹോം ഫ്രണ്ട് എന്ന സിനിമ ആരംഭിക്കുന്നത്. ഈ സംഭവം നടന്ന് 2 വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയാണ് ഇനി കാണിക്കുന്നത്. കഴിഞ്ഞ വർഷം ഹീറോന്റെ ഭാര്യ അസുഖം ബാധിച്ചു മരണപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ ഹീറോ തന്റെ മകൾക്കൊപ്പം മറ്റൊരു പുതിയ സ്ഥലത്ത് ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് ജീവിക്കുകയാണ്. ഹീറോന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം തന്റെ മകൾക്കൊപ്പം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണം എന്നാണ്. പിന്നെ താൻ പണ്ടൊരു അണ്ടർ കവർ ഏജന്റ് ആണ് എന്ന കാര്യം താൻ ഇപ്പോൾ താമസിക്കുന്ന
നിൽക്കുന്ന പുതിയ നാട്ടിലെ ആൾക്കാർക്കൊന്നും അറിയത്തില്ല. താൻ മുന്നേ ചെയ്തിരുന്ന ജോലി ഹീറോ രഹസ്യമായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഫിൽ ബ്രോക്കറിന്റെ ഒരേ ഒരു മകളാണ് മാഡി എന്ന ഈ പെൺകുട്ടി. ഒരു ദിവസം സ്കൂളിൽ നിന്ന് മാഡി കളിക്കുകയായിരുന്നു. ആ സമയത്താണ് ഒരു കുരുത്തം കെട്ട പയ്യൻ മാഡിയെ ശല്യം ചെയ്യാനായി വന്നത്. അവന്റെ പേര് ടെഡ്ഡി എന്നാണ്. അവൻ ആദ്യം മാഡിയുടെ തൊപ്പി തട്ടിയെടുക്കുകയാണ്. അടിപൊളി തൊപ്പിയാണല്ലോ എന്ന് പറഞ്ഞ് ടെഡ്ഡി തൊപ്പി മാഡിക്ക് തിരിച്ചു നൽകി. താങ്ക്സ് എന്ന് പറഞ്ഞ് മാഡി നടന്നു പോകുമ്പോൾ ആദ്യം അവൻ വഴി തടഞ്ഞു, എന്നിട്ട് മാഡിയെ പോകാൻ അനുവദിച്ചു. മാഡി നടന്നു പോകുമ്പോൾ അവൻ വീണ്ടും മാഡിയുടെ തൊപ്പി എടുക്കുകയാണ്. അപ്പോൾ മാഡി അത് തിരികെ നൽകാൻ 2 തവണ അവനോട് പറഞ്ഞു. എന്നാൽ അവൻ തൊപ്പി തിരിച്ചു കൊടുക്കാതെ മാഡിയെ തള്ളി നിലത്തിട്ടു. ഞാൻ തന്നിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യും, കരണ് ബഹളം വെക്കുമോ എന്നൊക്കെ പറഞ്ഞ് അവൻ മാഡിയെ കളിയാക്കുകയാണ്. അപ്പോൾ മാഡി എഴുന്നേറ്റിട്ട് പറയാണ്, നിന്നോട് ഞാൻ മര്യാദക്കാണ് 2 തവണ തിരിച്ചു തരണേ പറഞ്ഞത്. അപ്പോൾ ദേഷ്യം പിടിച്ച ടെഡ്ഡി വീണ്ടും മാഡിയെ തല്ലാനായി വന്നു. അപ്പോൾ മാഡി അവന്റെ വയറ്റിൽ തന്നെ ഒരു പവർഫുൾ പഞ്ച് വെച്ചു കൊടുത്തു. എന്നിട്ട് അവന്റെ മോന്തക്കിട്ട് തന്നെ ഒരു കിക്കും കൊടുത്തു. അവൻ ആളാകെ നാണം കെട്ട പോലെയായി. കാരണം ഒരു പെൺകുട്ടിയാണ് അവനെ തല്ലി നിലത്തിട്ടത്. ഞാൻ നിന്നോട് മര്യാദക്കാണ് 2 തവണ പറഞ്ഞത്, അപ്പോൾ നീ കേട്ടില്ല എന്നും പറഞ്ഞ് മാഡി നടന്നു പോവുകയാണ്. സോ ഇവിടെ നമ്മുടെ ഹീറോ പുതിയ നാട്ടിലെ അവരുടെ പുതിയ വീട്ടില് ജോലി ചെയ്യുന്നതായി കാണാം. കൂടെയുള്ളത് ഹീറോന്റെ സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ പേര് ടീഡോ എന്നാണ്. അവരങ്ങനെ ജോലി ചെയ്യുമ്പോഴാണ് ഹീറോക്ക് മാഡിയുടെ സ്കൂളിൽ നിന്ന് കോൾ വന്നത്. അപ്പോൾ തന്നെ വണ്ടി എടുത്ത് ഹീറോ സ്കൂളിലേക്ക് പോവുകയാണ്. സ്കൂളിന്റെ പുറത്ത് പോലീസ് കാർ നിർത്തിയിട്ടതായി ഹീറോ കണ്ടു. മുറിവേറ്റ ഒരു കുട്ടിയെ നേഴ്സ് നോക്കുന്നതായിട്ടും ഹീറോ കണ്ടു. അപ്പോൾ തന്നെ പുള്ളിക്ക് ഏകദേശം കാര്യം പിടികിട്ടി. ഇതിന്റെ പിന്നിൽ തന്റെ മകൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ പോലീസ് ഓഫീസറിനോട് ടെഡ്ഡി എന്ന പയ്യന്റെ മാതാപിതാക്കള് വളരെ ദേഷ്യത്തിൽ കംപ്ലൈന്റ് ചെയ്യുന്നതായി കാണാം. അവളെയും അവളുടെ അച്ഛനെയും ഞാൻ വെറുതെ വിടത്തില്ല എന്നൊക്കെ ടെഡ്ഡിയുടെ അമ്മ പോലീസ് ഓഫീസറിനോട് പറയുന്നുണ്ട്. പുള്ളിക്കാരുടെ പേര് കാസി എന്നാണ്. ആളൊരു ഡ്രഗ് അഡിക്റ്റ് ആയ സ്ത്രീയാണ്. ഭർത്താവിന്റെ പേര് ജിമ്മി. അവനും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരുത്തനാണ്. ടെഡ്ഡിയുടെ അമ്മയായ കാസി ദേഷ്യത്തോടെ ഹീറോനെ തല്ലാനായി പോകുന്നൊക്കെയുണ്ട്. എന്നാൽ പോലീസ് ഓഫീസർ പുള്ളിക്കാരിയെ പിടിച്ച് പുറത്തു കൊണ്ടുപോയി. ഇതാണ് മാഡിയുടെ ക്ലാസ് ടീച്ചർ. ആളുടെ പേര് സൂസൻ എന്നാണ്. മിസ് സൂസൻ ഫിൽ ബ്രോക്കറിനോട് താങ്കൾ ഒന്ന് ക്ലാസ് വരെ വരണം, സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് മാഡിയുടെ അടുത്തേക്ക് ഫിലിനെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് നടന്ന കാര്യങ്ങൾ പുള്ളിക്കാരി ഫിലിനോട് പറഞ്ഞു കൊടുത്തു. മോളെ, എന്താണ് ഞാൻ ഈ കേൾക്കുന്നത് എന്ന് അച്ഛൻ മകളോട് ചോദിച്ചപ്പോൾ മാഡി അച്ഛനോട് പറയാണ്, അച്ഛാ, ഞാൻ അവനെ 2 തവണ വാൺ ചെയ്തു, എന്നാൽ അവൻ കേട്ടില്ല. അവൻ എന്നെ ബുള്ളി ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്. മിസ് സൂസനോട് ഫിൽ ബ്രോക്കർ സോറി പറയുകയാണ്. എന്റെ ഒരേ ഒരു മകളാണ് ഇവൾ, അതുകൊണ്ട് ഇവളെ സ്വയം രക്ഷയ്ക്കായി ഞാനാണ് അവളെ ഫൈറ്റിംഗ് ടെക്നിക്ക് പഠിപ്പിച്ചത്. ഡിഫൻസിനാണെങ്കിൽ കൂടി ഇത്രയ്ക്കൊന്നും ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ തമാശ രീതിയിൽ മിസ് സൂസൻ ഫിലിനോട് പറയുന്നുമുണ്ട്. മാഡി ക്ലാസ്സിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം ഫില്ലും മിസ് സൂസനും തനിച്ച് സംസാരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ഈ നാട്ടിലേക്ക് മാറിയത് എന്ന് സൂസൻ ചോദിച്ചപ്പോൾ അവൾക്ക് ഹോഴ്സ് റൈഡിംഗ് ഇഷ്ടമാണ്. ഇവിടെ ആവുമ്പോൾ അതിന് സൗകര്യമുണ്ട്. അതേപോലെ അവളുടെ അമ്മ കഴിഞ്ഞ വർഷമാണ് മരണപ്പെട്ടത്. അപ്പോൾ അതിൽ നിന്നൊക്കെ അവളെ ഓക്കെ ആക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടത്തേക്ക് മാറിയത്. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നെ വിളിക്കാമെന്നും സൂസൻ ഫിലിനോട് പറയുന്നുണ്ട്. അങ്ങനെ അവര് പോകുമ്പോൾ ടെഡിയുടെ അച്ഛന് ജിമ്മി ഫിലിന്റെ അടുത്തേക്ക് വന്നു, ഫിലിനെ ഭീഷണിപ്പെടുത്താൻ. അവൻ ഫിലിനോട് പറയാണ്, മര്യാദക്ക് നിന്റെ പിഴച്ച മകളോട് എന്റെ മകന്റെ കാലിൽ വീണ് മാപ്പ് പറയാൻ പറ, അല്ലെങ്കിൽ നീയൊക്കെ ഞാൻ ആരാണെന്ന് അറിയും. അപ്പോൾ പോലീസ് ഓഫീസർ ജിമ്മിയോട് വേണ്ട, നീ പ്രശ്നമാക്കാൻ പോകേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ജിമ്മിയുടെ മകന് ടെഡ്ഡി വണ്ടിയിൽ വെച്ച് ഇതൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ ഫിലി ജിമ്മിയെ ഒന്നും ചെയ്യാൻ നിന്നിട്ടില്ല. സ്വന്തം മകന്റെ മുന്നിൽ വെച്ച് അച്ഛനെ തല്ലുന്നത് മോശമാണ് എന്ന് ഹീറോക്ക് അറിയാം. അങ്ങനെ പ്രശ്നമൊന്നും ആക്കാതെ ഹീറോ നടന്നു പോകുമ്പോൾ ജിമ്മി ഫില്ലിനെ പിന്നിൽ നിന്ന് അറ്റാക്ക് ചെയ്യാനായി ശ്രമിച്ചു. അപ്പോൾ ഫിൽ അടങ്ങി നിന്നിട്ടില്ല. ജിമ്മിയെ ബ്ലോക്ക് ചെയ്ത് വളരെ മോശമായിട്ട് തല്ലി. അപ്പോൾ ജിമ്മിക്കും കാസിക്കും മനസ്സിലായി ഫിൽ ബ്രോക്കർ എന്ന ഇദ്ദേഹം ആളൊരു സാധാരണക്കാരനല്ല എന്ന്. ഫിൽ പോലീസ് ഓഫീസറിനോട്, സർ, ഞാൻ ഈ ചെയ്തതിന് എന്റെ പേരിൽ കേസോ മറ്റോ എടുക്കുന്നുണ്ട് എന്ന് ചോദിച്ചപ്പോൾ, ഇല്ല, ഇവിടെ നടന്നത് ഞാൻ കണ്ടതാണ്, താങ്കൾക്ക് പോകാമെന്ന് ഓഫീസർ ഫില്ലിനോട് പറയുകയാണ്. ഹീറോ പോകുമ്പോൾ പകയോടെ കാസി ഹീറോനെ നോക്കുന്നതായി കാണാം. അങ്ങനെ കാസിയും ജിമ്മിയും വണ്ടിയിൽ പോകുമ്പോൾ കാസി ജിമ്മിയെ തെറി പറയുകയാണ്. നീ എന്റെ ഭർത്താവാണെന്ന് പറയാൻ പോലും എനിക്ക് നാണക്കേടാണ്. അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് അവൻ നിന്നെ വളരെ മോശമായിട്ടാണ് തല്ലിയത്. നീ ആണെങ്കിൽ ഒരു കഴിവ് കെട്ടവൻ. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ എന്റെ സഹോദരനെ വിളിക്കാനായി പോവുകയാണ്. അപ്പോൾ ജിമ്മിയുടെ മുഖം ആകെ മാറി. ഭാര്യയോട് പ്ലീസ് അവനോട് ഈ കാര്യത്തെ കുറിച്ച് പറയരുത്, ഇത് നമ്മുടെ കുടുംബ പ്രശ്നമായിട്ട് വെച്ചാൽ മതി, അവനെ ഇതിൽ ഉൾപ്പെടുത്തേണ്ട എന്നൊക്കെ ജിമ്മി പറഞ്ഞപ്പോൾ എന്റെ സഹോദരന് മാത്രമേ ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്ന് കാസി പറയുകയാണ്. അപ്പോൾ ഇനി നമുക്ക് കാസിയുടെ സഹോദരനെ പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് ഗെയ്റ്റർ. ഗെയ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ ഒരു ബോട്ട് വർക്ക്ഷോപ്പ് സ്വന്തമായിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്ന് അവൻ ബോട്ടുകളല്ല റിപ്പയർ ചെയ്യുന്നത്, പകരം അവിടെ അവനക്ക് രഹസ്യമായ ഒരു ലാബ് ഉണ്ട്. ആ ലാബിൽ വെച്ച് അവൻ സ്വന്തമായിട്ട് കോടിക്കണക്കിന് വില വരുന്ന ഡ്രഗ്സ് സ്വയം ഉണ്ടാക്കി
ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ആ ഡ്രഗ്സ് നഗരത്തിലേക്ക് എങ്ങനെയാണ് സപ്ലൈ ചെയ്യേണ്ടത് എന്ന് ഗേറ്ററിന് ഇപ്പോഴും ഐഡിയ കിട്ടിയിട്ടില്ല. അതിനുവേണ്ടി നല്ലൊരു ഡ്രഗ് ഡീലറിനെ ഗേറ്റർ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ഇവിടെ ഫില്ല് മകളോട് പറയാണ്, മോൾ ഇന്ന് ചെയ്തതിൽ ഞാൻ ശരിക്കും പ്രൗഡാണ്. മോൾക്കൊരു ആപത്ത് വന്നപ്പോൾ മോള് സ്വയം എഴുന്നേറ്റ് നിന്നു. പക്ഷെ മോൾ ഇനി സൂക്ഷിക്കണം, ആ പയ്യനുമായിട്ട് ഇനി മോൾ പ്രശ്നത്തിനൊന്നും പോകരുത്. ഇല്ല അച്ഛാ, ഞാൻ ഇനി പ്രശ്നമൊന്നും ആക്കില്ല. മാഡി ഉറങ്ങാൻ കിടക്കുമ്പോൾ കൂടെ മാഡിയുടെ വളർത്തു പൂച്ച എപ്പോഴും വേണം. ലൂത്തർ എന്നാണ് മാഡിയുടെ പൂച്ചയുടെ പേര്. സോ ഇവിടെ ഗേറ്ററിനെ കാണാൻ സഹോദരി കാസി വന്നതായി കാണാം. അതേപോലെ നടന്ന കാര്യങ്ങൾ എല്ലാം പുള്ളിക്കാരി അവനോട് പറഞ്ഞു, നീ അവനെ ഒരു പാഠം പഠിപ്പിക്കണം. നീ പേടിക്കേണ്ട, അവനെയും അവന്റെ മകളെയും എനിക്ക് വിട്ടേക്ക്, ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് ഗേറ്റർ പറയുകയാണ്. സഹോദരി പോകുന്നതിന് മുൻപായിട്ട് പുള്ളിക്കാരി ഗേറ്ററിനോട് നീ എനിക്ക് വേണ്ടി ഒന്നും കൊണ്ടുവന്നിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. വേറൊന്നുമല്ല പുള്ളിക്കാരി ഉദ്ദേശിച്ചത്, കാസി ആളൊരു ഡ്രഗ് അഡിക്റ്റ് ആണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പുള്ളിക്കാരി ഡ്രഗ്സിന് അഡിക്റ്റ് ആവാനുള്ള ഒരേ ഒരു കാരണം സഹോദരൻ ഗേറ്റർ ആണ്. അവനാണ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അവൻ തന്നെ ഉണ്ടാക്കുന്ന ഡ്രഗ്സ് സഹോദരി കാസിക്ക് നൽകുന്നത്. സോ ഇവിടെ മാഡി ഹോഴ്സ് റൈഡിംഗ് ചെയ്യുന്നതായി കാണാം. അച്ഛൻ അത് സന്തോഷത്തോടെ നോക്കുകയാണ്. മാഡിയെ സ്കൂളിൽ കൊണ്ടാക്കിയതിനു ശേഷം മിസ് സൂസൻ ഫിലിനോട് സംസാരിക്കാനായി വന്നു. പുള്ളിക്കാരി ഫിലിനെ ചെറുതായി ഒന്ന് ഉപദേശിച്ചു, നിങ്ങൾ ഈ നാട്ടിൽ പുതിയതല്ലേ, സോ പ്രശ്നത്തിനൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത്. അതായിരിക്കും മാഡിക്കും സേഫ്. നിങ്ങൾ ജിമ്മിയുമായിട്ടുള്ള പ്രശ്നം ഒന്ന് സംസാരിച്ച് സോൾവ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അതിനുശേഷം ഫില് ജിമ്മിയെ കാണാനായി അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ജിമ്മിയെ കണ്ട് ഫില് മാപ്പ് പറയുകയാണ്, ഞാൻ ചെയ്തതൊക്കെ തെറ്റാണ്, നിന്നോടും നിന്റെ കുടുംബത്തോടും ഞാൻ മാപ്പ് ചോദിക്കാനാണ് വന്നത്. അപ്പോൾ ഫില് മാപ്പ് പറഞ്ഞപ്പോൾ ജിമ്മി ആള് തണുത്തു. ഫില്ലിനോടുള്ള ദേഷ്യവും പാകയൊക്കെ ജിമ്മി വിട്ടുകളഞ്ഞു. അതിനുശേഷം ഫില് തന്റെ ട്രക്കിൽ പെട്രോൾ അടിക്കാനായി ഫില്ലിംഗ് സ്റ്റേഷനിലേക്ക് പോയതാണ്. എന്നിട്ട് പെട്രോൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് അവിടെ മറ്റൊരു ട്രക്കിൽ കുറച്ച് ഗുണ്ടകൾ എത്തി. ആൻഡ് അത് ഗേറ്ററിന്റെ ആൾക്കാരാണ്. അപ്പോൾ ഇവന്റെ പേര് വർക്സ് എന്നാണ്. അവൻ ഫില്ലിന്റെ അടുത്ത് വന്ന് പമ്പ് ചോദിക്കുകയാണ്. ഞാൻ പെട്രോൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞാൽ തരാം എന്ന് ഫില്ല് മറുപടി കൊടുത്തു. അപ്പോൾ വർക്സ് അത് പോരാ, എനിക്ക് ഇപ്പോൾ തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. അതേപോലെ പെട്രോൾ ഓഫും ചെയ്തു. ഹീറോ അവനോട്, നീ എന്താണോ മനസ്സിൽ ആലോചിക്കുന്നത് അത് ഒന്നുകൂടി റീതിങ്ക് ചെയ്യുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പെട്രോൾ ടേൺ ഓൺ ചെയ്തു. അപ്പോൾ വെർക്സിന് നല്ലോണം ദേഷ്യം വന്നു. വെർക്സ് ഹീറോനെ തല്ലാനായി ശ്രമിച്ചു. എന്നാൽ ഹീറോ അവനെയും അവന്റെ ഗാങ്ങിനെയും വളരെ നിസ്സാരമായി ഇടിച്ച് പഞ്ചറാക്കി നിലത്തിട്ടു. വെർക്സിനോട് ആരാണ് നിന്നെ അയച്ചതെന്ന് ഹീറോ ചോദിച്ചെങ്കിലും അവൻ അത് പറയാൻ തയ്യാറായിട്ടില്ല. പക്ഷെ ഹീറോ വിചാരിച്ചത് ജിമ്മി അയച്ച ആൾക്കാരാണ് അവരെന്നാണ്. ഇവിടെ വെർക്സ് നടന്ന കാര്യങ്ങൾ ഗേറ്ററിനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഗേറ്ററിനും നല്ല ദേഷ്യം വന്നു. കാരണം തന്റെ ആൾക്കാരെ മുഴുവനും അടിച്ചിടണമെങ്കിൽ അവൻ ആളൊരു നിസ്സാരക്കാരനല്ല എന്ന് ഗേറ്ററിനും മനസ്സിലായി. ഇപ്പോൾ ഗേറ്ററിന് ഈ പ്രശ്നം അവന്റെയും കൂടി പ്രശ്നമായി മാറി. സോ ഇവിടെ ഹീറോയും മാഡിയും സ്റ്റേബിളിൽ നിന്ന് കുതിരയെടുത്ത് ഹോഴ്സ് റൈഡിങ്ങിന് പോകാനായി ഒരുങ്ങുകയാണ്. ദൂരെ നിന്ന് ഗേറ്റർ അവരെ നോക്കുന്നതായി കാണാം. അവര് രണ്ടുപേരും ഹോഴ്സ് റൈഡിങ്ങിന് പോയ സമയത്ത് ഗേറ്റർ ആദ്യം ഫിലിന്റെ ട്രക്കിന്റെ ടയർ കത്തികൊണ്ട് കുത്തി പഞ്ചറാക്കി. ശേഷം ഗേറ്റർ ഫിലിന്റെ വീട്ടിലേക്ക് കയറുകയാണ്. വീട്ടിൽ കയറിയപ്പോൾ തന്നെ മാഡിയുടെ ഒരു ഡോള് അവൻ കണ്ടു. അവൻ അതെടുക്കുകയാണ്. അപ്പോഴാണ് മാഡി വീട്ടിലേക്ക് വരുന്നതായി ഗേറ്റർ കണ്ടത്. ലൂത്തർ എന്ന് വിളിച്ചുകൊണ്ടാണ് മാഡി വരുന്നത്, മാഡിയുടെ പൂച്ചയെ അന്വേഷിച്ചിട്ട്. അപ്പോൾ പെട്ടെന്ന് ഗേറ്റർ ഒരു റൂമിൽ കയറി ഒളിച്ചു. അവിടെ ഫിലിന്റെ പഴയ സാധനങ്ങൾ വെച്ച പെട്ടികളുണ്ട്. ആ പെട്ടിയിലുള്ള ഫയൽസ് ഒക്കെ ഗേറ്റർ നോക്കിയപ്പോൾ അതിൽ ഫിലിന്റെ യഥാർത്ഥ ഐഡന്റിറ്റി ഗേറ്ററിന് മനസ്സിലായി. അതായത് ഫിൽ ഒരു അണ്ടർ കവർ കോപ്പ് ആയിരുന്നു എന്ന് ഗേറ്റർ കണ്ടെത്തി. അതേപോലെ ഡാനി എന്ന ഡ്രഗ് മാഫിയ ലീഡറിനെ അറസ്റ്റ് ചെയ്തതും ഫിൽ ആണ് എന്ന് ഫിലിന്റെ ഫയലുകൾ നോക്കിയപ്പോൾ ഗേറ്ററിന് മനസ്സിലായി. രാത്രി ഫിലിപ്പ് വീടിന്റെ പുറത്ത് ജോലി ചെയ്യുമ്പോൾ മാഡി വന്നിട്ട്, അച്ഛാ ലൂത്തറിനെ കാണുന്നില്ല, ഞാൻ ലൂത്തറിനെ അന്വേഷിക്കാൻ പോട്ടെ എന്ന് ചോദിക്കുകയാണ്. എന്റെ ഡോളും കാണുന്നില്ല എന്ന് മാഡി അച്ഛനോട് പറയുന്നുണ്ട്. മോൾ അന്വേഷിക്കേണ്ട, മോൾ ഉറങ്ങാൻ കിടക്കുകയെന്ന് പറഞ്ഞ് മാഡിയെ ബെഡിൽ കിടത്തി അച്ഛൻ പോയി ലൂത്തറിനെ അന്വേഷിക്കാമെന്ന് മാഡിയോട് അച്ഛൻ പറയുകയാണ്. എന്നിട്ട് ലൂത്തറിനെ അന്വേഷിക്കാനായി ഫില് പുറത്തേക്ക് ടോർച്ചുമായി ചെന്നു. അപ്പോൾ അവിടെ പുറത്ത് മാഡിയുടെ ഡോളിന്റെ തല മാത്രം ഫില് കണ്ടു. അപ്പോൾ ഫിലിന് മനസ്സിലായി ആരോ അവരുടെ വീട്ടിൽ കയറി പോയിട്ടുണ്ട് എന്ന്. ഇവിടെ ഫിലിനെ കുറിച്ച് മനസ്സിലാക്കിയ ഗേറ്റർ ആണെങ്കിൽ തന്റെ ഗേൾഫ്രണ്ട് ആയ ഷെറിലിനെ കോൾ ചെയ്യുകയാണ്. പുള്ളിക്കാരിയും ഒരു ഡ്രഗ് ഡീലറാണ്. എനിക്ക് നിന്നെ കാണണം, നമ്മുടെ ജീവിതം തന്നെ മാറി മറിയാനായി പോവുകയാണ്, നീ പെട്ടെന്ന് വാ എന്ന് ഷെറിലിനോട് ഗേറ്റർ പറയുകയാണ്. ഇവിടെ ഫിൽ ആണെങ്കിൽ ജിമ്മിയെ കാണാനായി ചെന്നു. നീ ഇന്നലെ എന്റെ വീട്ടിൽ കയറിയിട്ടുണ്ടല്ലേ, എന്റെ പൂച്ച എവിടെ, ഇനി മേലാൽ നീ ഇതുപോലെ എന്തെങ്കിലും ചെയ്താൽ നിന്നെ ഞാൻ വെച്ചേക്കത്തില്ല എന്നൊക്കെ ഫില് ജിമ്മിയോട് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ഫില് പോയതിനു ശേഷമാണ് ജിമ്മിക്ക് കാര്യം പിടികിട്ടിയത്. ഭാര്യയുടെ സഹോദരൻ ഗേറ്റർ ആണ് ഇതിന്റെയൊക്കെ പിന്നിലെന്ന് ജിമ്മിക്ക് മനസ്സിലായി. സോ ഇവിടെ ഷെറിലിനോട് ഗേറ്റർ എല്ലാ കാര്യങ്ങളും പറയുകയാണ്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഡ്രഗ്സ് ആണ് ഇത്, പക്ഷെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായി വലിയ ഡീലറിനെ ഞാൻ കുറെ അന്വേഷിക്കുന്നു. ഇതാണ് കൃത്യസമയം. ഡാനിയുടെ ആൾക്കാർ ഇപ്പോഴും
ഇപ്പോഴും പുറത്തുണ്ട്. അവർ വിചാരിച്ചാൽ ഈ ഡ്രഗ്സ് സപ്ലൈ ചെയ്യാൻ കഴിയും. അതിനു പകരമായിട്ട് അവർക്ക് അവരെ ചതിച്ച അണ്ടർ കവർ കോപ്പിനെ നമ്മൾ കാണിച്ചു കൊടുക്കും. ഇതാണ് ഗെയ്റ്ററിന്റെ പ്ലാൻ. പക്ഷെ ഇത് ഗെയ്റ്റർ വിചാരിച്ചാൽ നടക്കില്ല. ഗെയ്റ്ററിന്റെ ഗേൾ ഫ്രണ്ട് ഷെറിൽ വിചാരിക്കണം. സോ ഷെറിലിനോടാണ് ഡാനിയുടെ ആൾക്കാരെ കാണാനായി ഗെയ്റ്റർ പറഞ്ഞത്. സോ ഇവിടെ മാഡിക്കായി പുതിയ ഒരു ഡോള് ഫില് വാങ്ങിച്ചു കൊടുത്തു. തന്റെ പ്രിയപ്പെട്ട വളർത്തു പൂച്ചയെ കാണാതായത് കൊണ്ട് തന്നെ മാഡി ആകെ മൂഡ് ഔട്ടിലാണ്. അപ്പോൾ മാഡിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാഡിയുടെ ബർത്ത്ഡേ ഈ ആഴ്ച വരുന്നുണ്ട്. അച്ഛൻ മാഡിയോട് പറയാണ്, നമുക്ക് ഒരു അടിപൊളി പാർട്ടി നടത്താം, മോളുടെ എല്ലാ ഫ്രണ്ട്സിനെയും പാർട്ടിക്ക് ക്ഷണിക്കും. അപ്പോൾ മാഡിക്ക് സന്തോഷമായി. സോ ഇവിടെ ഷെറിൽ ഡാനിയുടെ വക്കീലിനെ കണ്ട് ഡീല് പറയുകയാണ്. അങ്ങനെ വക്കീൽ ജയിലിൽ കിടക്കുന്ന ഡാനിയെ കാണാനായി ചെന്നു. നിങ്ങളെ ചതിച്ച ആ അണ്ടർ കവർ ഏജന്റ് എവിടെയാണുള്ളത് എന്ന് അവർക്കറിയാം. പക്ഷെ അത് അവർ പറയണമെങ്കിൽ അവർക്ക് ഒരു ഡീലുണ്ട്. അത് നിങ്ങളുടെ ആൾക്കാർ ഏറ്റെടുത്താൽ പകരം ആ അണ്ടർ കവർ കോപ്പിന്റെ ലൊക്കേഷൻ പറഞ്ഞു തരാമെന്നാണ് അവരുടെ ഡീൽ. ഡാനിക്ക് ഫിലിനോടുള്ള ശത്രുത എത്രത്തോളമാണ് എന്ന് നമ്മൾക്കറിയാം. ഡാനി വക്കീലിനോട് പറയാണ്, എന്ത് വന്നാലും സാരമില്ല, അവനെയും അവന്റെ മോളെയും ക്രൂരമായി കൊന്നു കളയണമെന്ന് വക്കീലിനോട് ഡാനി പറയുകയാണ്. ഇവിടെ സ്കൂളിൽ വെച്ച് ഫിൽ കാസിയെ കാണുകയാണ്. മാഡി ടെഡി എന്ന പയ്യനെ തന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ ടെഡിക്ക് സന്തോഷമായി. അവർ തമ്മിലുള്ള പ്രശ്നം തീർന്നു. മകന് സന്തോഷമായപ്പോൾ കാസിക്കും സന്തോഷമായി. കാസിയും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം മറന്നു. കാസിയെയും ഫിൽ പാർട്ടിക്ക് ക്ഷണിക്കുന്നുണ്ട്. സോ ഇവിടെ ഫിലിപ്പ് ടീഡോനോട് വീട്ടിൽ ആരോ കേറിയിട്ടുണ്ട്, എന്റെ ബലമായ സംശയം ജിമ്മി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ടീഡോ പറയാണ്, ജിമ്മി ആവാൻ സാധ്യതയില്ല, അവൻ അതിനു മാത്രം ധൈര്യമൊന്നുമില്ല. കാസിക്ക് ഒരു സഹോദരനുണ്ട്, അവനൊരു ബോട്ട് വർക്ക്ഷോപ്പ് ഉണ്ട്, എന്നാൽ അവിടെ വെച്ച് അവന് ഡ്രഗ്സ് ഉൽപ്പാദിപ്പിക്കലാണ് ജോലി. ഇത് ചെയ്തത് അവനാവാനാണ് സാധ്യത. അതേപോലെ അവൻ ഡെയിലി ഭക്ഷണം കഴിക്കാനായി പോകുന്ന കഫേ എനിക്കറിയാമെന്നും ടീഡോ ഫിലിനോട് പറയുന്നുണ്ട്. ഇവിടെ ഷെറിലാണെങ്കിൽ ഡാനിയുടെ ബൈക്കർ ഗാങ്ങിനെ കാണാനായി വന്നിട്ടാണുള്ളത്. ഇപ്പോൾ അതിലെ പ്രധാന അംഗം സൈറസ് എന്ന ഒരുത്തനാണ്. സൈറസ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഡ്രഗ് ഡീലർ മാത്രമല്ല, അവൻ ഡേഞ്ചറസ് കില്ലർ കൂടിയാണ്. സോ ഇവനാണ് സൈറസ്. സൈറസിനോട് ഡീല് സംസാരിക്കാനായി ഗെയ്റ്ററിന്റെ ഗേൾ ഫ്രണ്ട് ഷെറിൽ വന്നതായി കാണാം. അവരുടെ ആവശ്യം അവരുടെ ഡ്രഗ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഡ്രഗ് ഡീലേഴ്സിനെയാണ്. എന്നാൽ സൈറസ് ഡീല് സംസാരിക്കാതെ ഷെറിലിനോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. അതേപോലെ, ഞാൻ നിന്നോട് ഡീല് സംസാരിക്കാൻ വന്നതല്ല, എനിക്ക് അവനെയും അവന്റെ മോളും എവിടെയാണുള്ളത് എന്നാണ് അറിയേണ്ടത് എന്ന് പറയുകയാണ്. സൈറസ്, നീ ആദ്യം ഞങ്ങൾ പറഞ്ഞ ഡീല് ഓക്കെ ആണോ എന്ന് പറ എന്ന് ഷെറിൽ പറഞ്ഞപ്പോൾ സൈറസ് വളരെ മോശമായ രീതിയിൽ ഷെറിലിനെ കേറി പിടിക്കുകയാണ്. ആദ്യം ഞാൻ പറഞ്ഞത് ചെയ്, എന്നിട്ട് ഞാൻ ആലോചിക്കാം നിങ്ങളുടെ കൂടെ ഡീല് ചെയ്യണോ വേണ്ടയോ എന്ന്. സോ ഗൈസ്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടോ? ഗെയ്റ്ററിനേക്കാൾ വൃത്തികെട്ടവനാണ് സൈറസ് എന്ന ഇവൻ. അപ്പോൾ ഇവിടെ മാഡിയുടെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്നതായി കാണാം. മാഡിയുടെ എല്ലാ ഫ്രണ്ട്സും പാർട്ടിക്ക് പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ ഗെയ്റ്ററിന്റെ സഹോദരി കാസിയും മകൻ ടെഡിയും ആ പാർട്ടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അവർക്കിപ്പോൾ അവരോട് ഒരു ദേഷ്യവുമില്ല. സോ ഇവിടെ അന്ന് രാത്രി കാസിയുടെ വീട്ടിലേക്ക് ഗെയ്റ്റർ വന്നതായി കാണാം. അപ്പോൾ ഇവിടെ കാസി ആണെങ്കിൽ പകുതി ബോധത്തിലാണ് സംസാരിക്കുന്നത്. കാരണം പുള്ളിക്കാരി ഗെയ്റ്റർ നൽകിയ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഫിൽ ബ്രോക്കറിനെയും അവന്റെ മകളെയും ഒരു പാഠം പഠിപ്പിക്കാനായി പോവുകയാണ് എന്ന് ഗെയ്റ്റർ പറഞ്ഞപ്പോൾ കാസി ഗെയ്റ്ററിനോട് അവരെ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട, അവരുമായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ സോൾവ് ചെയ്തിട്ടുണ്ട്, നീ ഇനി ദയവ് ചെയ്ത് ഇതിൽ ഇടപെടരുത് എന്ന് കാസി സഹോദരനോട് പറയുകയാണ്. അപ്പോൾ ഗെയ്റ്റർ ഒച്ചത്തിൽ കാസിയെ ഷൗട്ട് ചെയ്യുകയാണ്. ഇതൊക്കെ അനുഭവിക്കുന്നത് കാസിയോ ഭർത്താവ് ജിമ്മിയോ ഒന്നുമല്ല, ആ വീട്ടിലുള്ള അവരുടെ പാവം മകന് ടെഡിയാണ്. ടെഡി ദിവസവും കാണുന്നത് ഡ്രഗ്സിന് അടിമപ്പെട്ട തന്റെ അമ്മയാണ്. അത് ആ കൊച്ചുകുട്ടിയുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്നുണ്ട്. ഗെയ്റ്റർ അവിടുന്ന് പോകുന്ന സമയത്ത് ജിമ്മി ഗെയ്റ്ററിനെ കാണാനായി പോവുകയാണ്. എന്നിട്ട് ഗെയ്റ്ററിനോട് നീ ദയവ് ചെയ്ത് അവൾക്ക് ഡ്രഗ്സ് നൽകരുത് എന്ന് പറയുകയാണ്. അവൾ നിന്റെ സഹോദരി മാത്രമല്ല, എന്റെ ഭാര്യ കൂടിയാണ്. നീ കാരണം ഞങ്ങളുടെ കുടുംബത്തിലെ സന്തോഷമാണ് ഇല്ലാതെയാവുന്നത്. അപ്പോൾ ഗെയ്റ്റർ അഹങ്കാരത്തോടെ നിന്റെ ഭാര്യയെ നോക്കാൻ നിനക്ക് കഴിവില്ലെങ്കിൽ ഇട്ടേച്ച് പോടാ എന്ന് ഗെയ്റ്റർ പറയുകയാണ്. ഫിലിന്റെ കൂടെ പണ്ട് ജോലി ചെയ്ത ഒരു ഓഫീസർ ഫിലിന് ഗെയ്റ്ററിനെ കുറിച്ച് മുഴുവൻ ഡീറ്റെയിൽസും കൊടുക്കുകയാണ്. അവന്റെ ഫോട്ടോയും ഫിലിന് അയച്ചു കൊടുത്തു. അടുത്ത ദിവസം ടീഡോ പറഞ്ഞ ആ കഫേയിലേക്ക് ഫില് ഗെയ്റ്ററിനെ കാണാനായി ചെല്ലുകയാണ്. സോ അവിടെ ഗെയ്റ്ററും കാമുകിയും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതായി കാണാം. അവിടത്തേക്ക് ഫില് വന്നു. എന്നിട്ട് ഗെയ്റ്ററിനോട് ഒന്നും അറിയാത്ത പോലെയാണ് ഫില് സംസാരിച്ചത്. എന്നാൽ ആ സംസാരത്തിൽ ഫില് അവനെ വാൺ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ നാട്ടിൽ പുതിയതാണ്, ഏതോ ഒരുത്തൻ എന്റെ വീട്ടിൽ കേറിയിട്ടുണ്ട്, അവൻ ആരാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അവൻ ആരായാലും ഇനി അവൻ എന്തെങ്കിലുമായി ചെയ്താൽ അവനെ ഞാൻ ആരാണ് എന്ന് ഞാൻ അറിയിക്കും. ബൈ ദ വേ, എന്റെ പേര് ഫിൽ ബ്രോക്കർ എന്നും പറഞ്ഞ് ഗെയ്റ്ററിനെ പരിചയപ്പെട്ടിട്ട് ഫിൽ
ഫിൽ അവിടുന്ന് ചെല്ലുകയാണ്. അവിടുന്ന് ഫിൽ നേരെ ചെയ്യുന്നത് വേറെ എവിടെയുമല്ല, ഗേറ്ററിന്റെ ബോട്ട് വർക്ക്ഷോപ്പിൽ അഥവാ ഗേറ്ററിന്റെ ഡ്രഗ് ലാബിലേക്കാണ്. ഗേറ്റർ അവിടെ ഇല്ലാത്ത സമയം നോക്കി ഹീറോ അവിടെ കേറിക്കൂടി. അവിടെ എന്തൊക്കെയാണ് അവൻ ചെയ്തു കൂട്ടിയത് എന്ന് ഹീറോക്ക് മനസ്സിലായി. ഗേറ്റർ ഉൽപ്പാദിപ്പിച്ച ഈ ഡ്രഗ്സ് നഗരത്തിൽ വിൽപ്പനക്കായി എത്തിയാൽ അത് ഒരു ജനറേഷനെ തന്നെ ബാധിക്കും. ടീനേജേഴ്സ് ഒക്കെ ഈ ഡ്രഗ്സിന് അടിമപ്പെടുമെന്ന് ഫിലിന് നന്നായി അറിയാം. അതുകൊണ്ട് ഇത് അങ്ങനെ വെറുതെ വിടാൻ ഫിൽ ഉദ്ദേശിക്കുന്നില്ല. ഫിൽ ആദ്യം അവിടുത്തെ ഇലക്ട്രിസിറ്റി കണക്ഷൻ എവിടൊക്കെയാണ് പോകുന്നത് എന്ന് നോക്കി മനസ്സിലാക്കി. അതിനുശേഷം തന്റെ സയന്റിഫിക് ബുദ്ധിയിൽ ഹീറോ ചെയ്തത് എന്തെന്ന് വെച്ചാൽ അവിടുത്തെ പവർ കട്ട് ചെയ്തു. എന്നിട്ട് ഫില്ല് അവിടെയുള്ള ഹൈലി ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് അവിടെയുള്ള ഓരോ ട്യൂബ് ലൈറ്റ്സിലും ബൾബിലും അപ്ലൈ ചെയ്യുകയാണ്. അതിനുശേഷം ഗേറ്റർ ഡ്രഗ്സ് ഒളിപ്പിച്ചു വെച്ച സ്ഥലത്ത് മണ്ണെണ്ണയും ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ഇനി ഇവിടെ പവർ ടേൺ ഓൺ ചെയ്താൽ ആ ഡ്രഗ്സും ആ ലാബും ഒട്ടാകെ കത്തി നശിക്കും. അപ്പോൾ അങ്ങനെ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്തിട്ടാണ് ഹീറോ അവിടുന്ന് പോകുന്ന സമയത്ത് അവിടെ മാഡിയുടെ ലൂത്തർ പൂച്ചയെ ഹീറോ കാണുകയാണ്. അങ്ങനെ പൂച്ചയും എടുത്ത് അവിടുന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് ആരോ വന്ന് ഹീറോന്റെ മുഖത്ത് തന്നെ അടിക്കുകയാണ്. അത് വേറെ ആരുമല്ല, ഹീറോ അന്ന് പെട്രോൾ പമ്പിൽ നിന്ന് അടിച്ച് പഞ്ചറാക്കിയവന്മാരാണ്. അവന്മാര് ഹീറോന്റെ കൈകൾ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയാണ്. ഹീറോന്റെ കൈകൾ കെട്ടിയിട്ടത് കാരണം ഹീറോക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അവന്മാര് ഒരു തെറ്റ് ചെയ്തു. ഹീറോന്റെ അടുത്ത് ചെന്ന് തന്റെ മകളെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹീറോ എഴുന്നേറ്റ് അവന്മാരെ തിരിച്ചടിക്കുകയാണ്. ആദ്യം കൈകൾ കെട്ടിയിട്ട് തന്നെയാണ് ഹീറോ അവന്മാരുടെ ഫൈറ്റ് ചെയ്തത്. എന്നാൽ പിന്നീട് കട്ടർ മെഷീൻ വെച്ച് ഹീറോ തന്റെ കയ്യിലെ കെട്ട് മുറിച്ചു. അങ്ങനെ അവന്മാരൊക്കെ വീണ്ടും അടിച്ചു നിരത്തിട്ട് ഹീറോ അവിടുന്ന് തന്റെ പൂച്ചയുമായി പോവുകയാണ്. സോ ഹീറോ താമസിക്കുന്ന ആ നാട്ടിലേക്ക് ബൈക്കർ ഗാങ് എത്തിയതായി കാണാം. അപ്പോൾ ഹീറോക്ക് മനസ്സിലായി തന്റെ മകൾക്കൊപ്പം ഈ നാട്ടിൽ നിൽക്കുന്നത് ഇനി സേഫ് അല്ല, എത്രയും പെട്ടെന്ന് ഈ നാട് വിടണം. അങ്ങനെ അവര് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുകയാണ്. സൈറസിന്റെ ഗാങ് ഗേറ്ററിനെ കാണാനായി വന്നു. ഇപ്പോഴും അവര് ഗേറ്ററിന്റെ ഡീൽ ഉറപ്പിച്ചിട്ടില്ല. അവർക്ക് ആദ്യം ഫിൽ ബ്രോക്കറിനെയും അവന്റെ മകളെയും കിട്ടണം. അങ്ങനെ സൈറസ് എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ് എന്ന് മനസ്സിലാക്കിയ ഗേറ്റർ ഹീറോന്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. നീ ഇവിടെ തന്നെ നിൽക്കും, നിന്റെ കാമുകയിലെ ഇവളെ ഞങ്ങൾ കൂടെ കൂട്ടിക്കോളാം എന്ന് പറഞ്ഞ് സൈറസ് ഗേറ്ററിന്റെ കാമുകയെ കൂട്ടിയിട്ടാണ് ബോട്ടിൽ ഹീറോന്റെ സ്ഥലത്തേക്ക് പോകുന്നത്. അങ്ങനെ അവരവിടെ എത്തിയപ്പോൾ ഷെറിലിനോട് അവിടെ തന്നെ നിൽക്കാനായി പറയുകയാണ്. തോക്കുകളുമായി സൈറസും ഗാങ്ങും പതുങ്ങി ഹീറോന്റെ വീട്ടിന്റെ അടുത്തെത്തി. ഏത് നിമിഷവും ഇവിടെ ഒരു അറ്റാക്ക് ഉണ്ടാവുമെന്ന് ഹീറോക്ക് അറിയാം. അതുകൊണ്ട് ഹീറോയും തനിക്ക് വേണ്ടുന്ന ആയുധങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ മകളെ കൂട്ടി വീട്ടിലെ പിൻഭാഗത്ത് ഒളിച്ചിരുത്തി. എന്നിട്ട് ഫോൺ കൊടുത്തിട്ട് എന്തെങ്കിലും അപകട സാഹചര്യം ഉണ്ടെങ്കിൽ നീ 911 കോൾ ചെയ്യണമെന്ന് അച്ഛൻ പറയുകയാണ്. എന്നിട്ട് ഫിലിപ്പ് തോക്കുമായി തന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുന്നവരെ ഷൂട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഈ സീന് വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ മുഴുവനും വെടിയും പുകയുമാണ്. ഹീറോ ഓരോരുത്തരെയും വെടിവെച്ച് കൊല്ലുകയാണ്. മാത്രമല്ല ഒരു ഗുണ്ട മാഡി ഒളിച്ചിരിക്കുന്നത് കണ്ടെത്തി. അങ്ങനെ മാഡി പേടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അത് ഫില് കാണുന്നുമുണ്ട്. മകളെ രക്ഷിക്കാനായി മകളുടെ പിന്നാലെ ഫിലും ഓടുകയാണ്. ഒരു ഗുണ്ട മാഡിയുടെ പിന്നാലെ ഓടി മാഡിയെ വെടിവെക്കാനായി പോവുകയാണ്. എന്നാൽ അപ്പോഴേക്കും ഹീറോ അവന്റെ തല കിട്ടി തന്നെ ഷൂട്ട് ചെയ്തു. പക്ഷെ അതിനുശേഷം വീണ്ടും ഗുണ്ടകൾ ഹീറോനെ അറ്റാക്ക് ചെയ്യുകയാണ്. മകളോട് അവിടുന്ന് ഓടി രക്ഷപ്പെടാനായി ഫിലു പറഞ്ഞു. അങ്ങനെ മാഡി ഓടി ചെന്നപ്പെട്ടത് ഷെറിലിന്റെ അടുത്തേക്കാണ്. ഷെറിൽ നല്ല സ്ത്രീയാണെന്ന് കരുതി മാഡി പുള്ളിക്കാരിയോടാണ് സഹായം ചോദിക്കുന്നത്. പക്ഷെ ഷെറിലിന്റെ വർത്താനം കേട്ടപ്പോൾ മാഡിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് അടിച്ചു. വാ, നീ എന്റെ ബോട്ടിൽ കയറ്, ഞാൻ നിന്നെ സുരക്ഷിതമാക്കാം എന്നൊക്കെ ഷെറിൽ പറഞ്ഞപ്പോൾ ഇല്ല, ഞാൻ വരത്തില്ല എന്ന് മാഡി പറഞ്ഞു. എന്നാൽ ഷെറിൽ മാഡിയെ ബലമായി പിടിച്ച് ബോട്ടിൽ കയറ്റുകയാണ്. ഇവിടെ ഗുണ്ടുകളെ എല്ലാവരും പരാജയപ്പെടുത്തിയ ഹീറോ മകളെ രക്ഷിക്കാനായി ഓടി വരുമ്പോൾ കാണുന്നത് ഷെറിൽ മാഡിയെ തട്ടിക്കൊണ്ടു പോകുന്നതാണ്. പുള്ളിക്കാരി അവളെ എവിടത്തേക്കാണ് കൊണ്ടുപോയത് എന്ന് ഒരു ഐഡിയയുമില്ല. ഈ സമയത്ത് അവിടെ പോലീസൊക്കെ എത്തി. അപ്പോൾ ദാ അവർക്ക് മാഡിയുടെ കോൾ വന്നു. അച്ഛൻ മാഡിയോട് മോൾ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്, അവിടെ എന്തെങ്കിലും ലാൻഡ്മാർക്ക് ഉണ്ടോ എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ ഇത് ഏതാണ് സ്ഥലം എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇവിടെ ഞാൻ 2 വലിയ ഫാന് കാണുന്നുണ്ട് എന്ന് അച്ഛനോട് മാഡി പറയുകയാണ്. അപ്പോൾ ഫിലിന് മനസ്സിലായി ഷെറിൽ മാഡിയെ തട്ടിക്കൊണ്ടുപോയത് വേറെ എവിടെയുമല്ല, ഗേറ്ററിന്റെ ഡ്രഗ് ലാബിലേക്കാണ്. അങ്ങനെ പോലീസ് കാർ എടുത്ത് ഹീറോ പെട്ടെന്ന് അവിടത്തേക്ക് പുറപ്പെടുകയാണ്. ഗേറ്റർ ഇവിടെ ഷെറിലെ ഷൗട്ട് ചെയ്യുകയാണ്. നീ എന്തൊരു മണ്ടത്തരമാണ് കാണിച്ചത്, അവളെ കൂട്ടി ഇവിടെ എന്തിനാണ് വന്നത്, ഇത് മതി എല്ലാം തീരാൻ, അവൾ ദൃക്സാക്ഷിയാണ്, അവളെ എത്രയും പെട്ടെന്ന് കൊല്ലണമെന്ന് പറഞ്ഞ് തോക്കുമായി ഗേറ്റർ മാഡിയെ കൊല്ലാനായി പോവുകയാണ്. അപ്പോഴാണ് അവിടെ ഗേറ്ററിന്റെ സഹോദരി കാസി വന്നത്. ഫിലിന്റെ വീട്ടിൽ ഷൂട്ടിംഗ് നടന്നു, അതിന്റെ പിന്നിൽ നീയാണോ, മാഡി മിസ്സിംഗ് ആണ്, അവളെ നീയാണോ തട്ടിക്കൊണ്ടു പോയത് എന്നൊക്കെയാണ് കാസി ഗേറ്ററിനോട് ചോദിക്കുന്നത്. ഏയ്, എനിക്കതിൽ യാതൊരു പങ്കുമില്ല എന്ന് ഗേറ്റർ പറഞ്ഞു. എന്നാൽ കാസി അകത്തുനിന്ന് മാഡിയുടെ നിലവിളി ശബ്ദം കേട്ടു. അങ്ങനെ പുള്ളിക്കാരി അകത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ലൈറ്റ്സ് ഒന്നും ഓൺ അല്ല. അങ്ങനെ കാസി അവിടുത്തെ പവർ ഓൺ ചെയ്തു. നമുക്കറിയാം
നമുക്കറിയാം ഹീറോ അവിടെ നേരത്തെ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ കോടിക്കണക്കിന് വില വരുന്ന ഗേറ്ററിന്റെ ഡ്രഗ്സ് ഒക്കെ കത്തി നശിക്കുകയാണ്. ഇത് കണ്ട ഗേറ്റർ ആളാകെ ഷോക്കായി. കാസി മാഡിയെ കൂട്ടി അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഗേറ്റർ ദേഷ്യത്തിൽ തോക്കെടുത്ത് മാഡിയെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ വെടികൊണ്ടത് മാഡിക്കല്ല, തന്റെ സ്വന്തം സഹോദരി കാസിയുടെ വയറ്റിലായിരുന്നു. എന്തായാലും മാഡിയെ തേടി ഇവിടെ അവളുടെ അച്ഛൻ ഏത് നിമിഷവും എത്തുമെന്ന് മനസ്സിലാക്കിയ ഗേറ്റർ മാഡിയെ ബലമായി പിടിച്ച് തന്റെ കാറിൽ കയറ്റി അവിടുന്ന് സ്ഥലം വിടുകയാണ്. ഇതേ സമയത്ത് പോലീസ് കാറിൽ ഹീറോ അവിടെ എത്തി. ഹീറോ അങ്ങനെ അവനെ ചേസ് ചെയ്യുകയാണ്. ഈ ചേസ് അവസാനിച്ചു നിന്നത് ഒരു പാലത്തിലാണ്. പെട്ടെന്ന് പാലത്തിലേക്ക് വെട്ടിച്ചു കയറ്റിയപ്പോൾ ഹീറോ ഓടിച്ചിരുന്ന പോലീസ് കാർ ക്രാഷ് ആയി ഫ്ലിപ്പ് ആവുകയാണ്. അങ്ങനെ ഹീറോനെ കൊന്നുകളയാനായി ഗേറ്റർ വണ്ടി നിർത്തി തോക്കുമായി ഹീറോനെ കൊല്ലാനായി വരികയാണ്. അപ്പോൾ മാഡി ഒച്ചത്തിൽ ഗേറ്ററിനോട് പ്ലീസ് ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗേറ്റർ ആദ്യം മാഡിയെ തന്നെ കൊല്ലാൻ വേണ്ടി മാഡിയുടെ നേർക്ക് തോക്ക് ചൂണ്ടി. ഈ സമയം ക്രാഷ് ആയ കാറിൽ നിന്ന് ഹീറോ പുറത്തു വന്ന് ഗേറ്ററിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഫൈനലി ഗേറ്ററിനെ ഹീറോ ഇടിച്ച് നിലത്തിട്ട് ഷൂട്ട് ചെയ്ത് കൊല്ലാനായി പോവുകയാണ്. എന്നാൽ മാഡിയുടെ മുഖത്ത് നോക്കിയപ്പോൾ മകളുടെ മുന്നിൽ വെച്ച് ഒരാളെ കൊല്ലാൻ ഫിലിന് മനസ്സ് വന്നിട്ടില്ല. ഗേറ്ററിനോട് നിന്റെ ജീവനെ രക്ഷിച്ചത് എന്റെ മകളാണ് എന്ന് പറഞ്ഞ് അവനെ കൊല്ലാതെ ഹീറോ വെറുതെ വിടുകയാണ്. പോലീസ് ഗേറ്ററിനെ അറസ്റ്റ് ചെയ്തു. വെടിയേറ്റ് കാസിക്ക് ചികിത്സ ലഭിച്ചു. പുള്ളിക്കാരി ഇപ്പോൾ ഓക്കെയാണ്. കഥയുടെ അവസാനം ഡാനിയെ കാണാനായി ഒരാൾ ജയിലിൽ വിസിറ്റ് ചെയ്യുകയാണ്. അത് വേറെ ആരുമല്ല, ഫിൽ ബ്രോക്കർ തന്നെയാണ്. ഡാനിയോട് ഫില്ല് പറയാണ്, നീ പുറത്തു വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ അത് പറയാൻ വേണ്ടി മാത്രമാണ് ഡാനിയെ ജയിലിൽ ഫിൽ കാണാനായി വന്നത്. എവിടെയാണ് ഹോം ഫ്രണ്ട് എന്ന സിനിമ അവസാനിക്കുന്നത്. മറ്റൊരു അടിപൊളി സിനിമയാണ് വി ഡൈ യങ്. ആ സിനിമയുടെ എക്സ്പ്ലനേഷൻ കാണാൻ ഈ വീഡിയോ ക്ലിക്ക് ചെയ്താൽ മതി.